തീർച്ചയായും ഞാനും യോജിക്കുകയാണ് നിങ്ങൾ പേരും പറഞ്ഞ വാദങ്ങളോട്. പക്ഷേ ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുമ്പോൾ ആ സ്ത്രീയുടെ പക്ഷത്ത് നിൽക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരാതി പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കേണ്ടതുണ്ട്. അവർക്കൊപ്പം അതുവരെ നിൽക്കേണ്ടതുണ്ട് എന്നുള്ളത് അഭിപ്രായം തന്നെയാണ്. പക്ഷേ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ കേജ്രിവാളിനെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ കേജ്രിവാളുമായി എതിരഭിപ്രായമുള്ള പാർട്ടി നേതാക്കൾക്ക് ആ പാർട്ടിയിൽ തുടരാൻ കഴിയില്ല എന്നുള്ളത് നേരത്തെ തന്നെ ഉദാഹരണങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. പല പ്രധാനപ്പെട്ട നേതാക്കളും പിന്നീട് ആ പാർട്ടിയിൽ നിന്ന് പോകുന്ന ഘട്ടവും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവർ ആ ഘട്ടത്തിലൊക്കെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പറയുകയും ചെയ്തു. എതിർ ശബ്ദം അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന്. അപ്പോൾ അങ്ങനെ ഒരു എതിർ ശബ്ദമായി സ്വാതി മാലിവാൾ ഏതൊക്കെയോ ഘട്ടത്തിൽ മാറിയിട്ടുണ്ട്. കേജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് നടന്ന ആ പ്രതിഷേധത്തിൽ സ്വാതി മാലിവാൾ ഇല്ലായിരുന്നു. അവർ പറയുന്നത് അവരുടെ സഹോദരിയുടെ ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോയതായിരുന്നു എന്നാണ്. രാഘവ് ചദ്ദയാകട്ടെ പരിണീതി ചോപ്ര അല്ലേ, അവരെ വിവാഹം കഴിച്ച് അവരും ലണ്ടനിലായിരുന്നു ഭാര്യയ്ക്കൊപ്പം. അപ്പോൾ ആ സമയത്തൊക്കെ ചിരിച്ചുകൊണ്ടുള്ള ഒരുപാട് പടങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ രാഘവ് ചദ്ദയുടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് തങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് അറസ്റ്റിലാകുമ്പോൾ എങ്ങനെ സമീപനം എടുക്കണം എന്നുള്ളൊരു വിഷയം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു എതിർപ്പ് പാർട്ടിക്കകത്ത് ചർച്ചയായിട്ടൊക്കെ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം 10 രാജ്യസഭാ എം പിമാരിൽ ഒരു വനിതാ എം പി ആയ സ്വാതി മാലിവാൾ കാണാൻ വന്നപ്പോൾ അത് അനുമതി നിഷേധിച്ചത്. അതിനകത്ത് മർദ്ദനമുണ്ടായിട്ടുണ്ട് എന്നാണ് എം വി നികേഷ് കുമാറിന് മനസ്സിലാക്കാനായിട്ടുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ആദ്യം കൊടുത്തു എന്നാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു മർദ്ദനം ഉണ്ടായിട്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അടിവയറ്റിൽ തൊഴിച്ചു, തനിക്ക് ആർത്തവമാണ്, അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയുമ്പോഴും അടിവയറ്റിൽ തൊഴിച്ചു, നെഞ്ചത്തിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അത്രയും ശക്തമായൊരു മർദ്ദനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുശേഷം പുറത്തു വരുന്ന ഒരാൾ ഒരു മർദ്ദനം കിട്ടിക്കഴിഞ്ഞാൽ അത്രയ്ക്കും വലിയ അടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ നടക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. ആ CCTV ദൃശ്യങ്ങളിൽ ഏതായാലും അങ്ങനെയില്ല. പക്ഷേ ഒരു ഒരു എന്താ പറയുക, കയ്യേറ്റ ശ്രമം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈവയ്ക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ അവർ പറയുന്ന പരാതി പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഈ പരാതി എപ്പോൾ പോയി എന്നുള്ളതാണ് നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി പരാതി പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ FIR ഇട്ടിട്ടില്ല, ആ പരാതി അവർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നീട് എപ്പോഴാണ് വനിതാ കമ്മീഷൻ അങ്ങോട്ട് തന്നെ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ പരാതി നൽകണമെന്ന് പറയുന്നു, മൊഴിയെടുക്കുന്നു. അപ്പോൾ അതിലൊക്കെ ഇപ്പുറത്തുനിന്ന് വളരെ ശക്തമായ ഒരു ഇനീഷ്യേറ്റീവ് വരികയാണ്. സ്വാഭാവികമായിട്ടും BJP അതിനെ ഉപയോഗിക്കും. കാരണം കേജ്രിവാൾ ഇപ്പോൾ പുറത്തിറങ്ങിയ ശേഷം നടത്തിയ പ്രതികരണങ്ങൾ BJP എത്രത്തോളം പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടതാണ്. 75 വയസ്സ് പ്രായം. ഇപ്പോൾ കേജ്രിവാൾ മോദി ഇതാ വിരമിക്കാൻ പോകുന്നു എന്നടക്കമുള്ള വാദങ്ങൾ, അതിനൊക്കെ BJPക്ക് മറുപടി പറയേണ്ട സാഹചര്യം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 6-7 ഘട്ടങ്ങൾ, ആ ഘട്ടങ്ങൾ വരുന്നതിനിടയ്ക്ക് പലതും സംഭവിക്കാമെന്ന് കേജ്രിവാളും ഭയക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ നേതാക്കളെ അറസ്റ്റ് ചെയ്യാം, അത് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എക്സിൽ നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി അറസ്റ്റ് ഉണ്ടാകാൻ പോകുന്നു. രാഘവ് ചദ്ദയുടെ പേരും പറയുന്നു, കാരണം ട്രഷററായിരുന്നു. പണമിടപാടുകൾ അദ്ദേഹത്തിന്റെ കൈകളിലൂടെയായിരുന്നു. അപ്പോൾ രാഘവ് ചദ്ദ അടക്കം അറസ്റ്റിലാകാൻ പോകുന്നു. അതിഷിയുടെ പേരും പറയുന്നു. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ വിഷയത്തിൽ ആദ്യം സ്വാതി ഈ പരാതി പറയുമ്പോൾ അത് പരിശോധിക്കുമെന്ന് പരസ്യമായി പറഞ്ഞത് സഞ്ജയ് സിംഗ് ആണ്. അത് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ സ്വാതിക്കെതിരെ ഒരു പ്രതികരണം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് വേറെ വന്നിട്ടില്ല, അതിഷിയുടേതല്ലാതെ. അപ്പോൾ ഒരു വനിതാ നേതാവ് തന്നെയാണ് ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതിഷി പറയുന്നു, അപ്പുറത്ത് ഭയന്നുകൊണ്ടാണ്, ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് BJP സ്വാതിയെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നതെന്നാണ് അതിഷി പറഞ്ഞിട്ടുള്ളത്. ഭീഷണിപ്പെടുത്തിയിട്ടാണോ അതോ പ്രലോഭനങ്ങളാണോ എന്നുള്ള വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്നത്. എല്ലാ കാലത്തും മറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ സത്യാവസ്ഥ അറിയേണ്ടതുണ്ട്. അപ്പോൾ കേസ് ഏതായാലും രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, അതിന്മേൽ അന്വേഷണം നടക്കട്ടെ. അപ്പുറത്ത് വിഭവ് സിംഗ് എന്ന് പറയുന്ന ആളും കേജ്രിവാളുമായി കുറച്ചു കാലമായി ബന്ധമുള്ളതാണ്. സിസോദിയുടെ NGOയിലായിരുന്നു ഇയാൾ ജോലി ചെയ്തിരുന്നത്. അതിനുശേഷം കേജ്രിവാളിനെ പരിചയപ്പെടുത്തുന്ന വിഭവമാണ്. അങ്ങനെയാണ് ആ ബന്ധം ശക്തമാകുന്നത്. കേജ്രിവാളിന്റെ സുരക്ഷാ കാര്യങ്ങളുടെ അടക്കം ചുമതല അദ്ദേഹം നിർവഹിക്കുന്നതാണ് അറിയുന്നത്. അപ്പോൾ അത്രയ്ക്കും മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിഭവിന് വേണ്ടി ശക്തമായി തന്നെ കേജ്രിവാൾ നിൽക്കുന്നു എന്ന് വേണം ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇന്ന് അദ്ദേഹം നടത്തിയ പ്രതികരണത്തിലും പറയുന്നത്, നാളെ ഇതാ ഞങ്ങളെല്ലാം വരികയാണ് BJP ആസ്ഥാനത്തേക്ക്, ഞങ്ങളെല്ലാ നേതാക്കളും വരുന്നു, MP മാരും MLA മാരും വരുന്നു, വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ ഒരു വനിതാ പ്രതിനിധി അവരുടെ തന്നെ MP ഉന്നയിച്ച വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. എല്ലാം BJP ആ രൂപത്തിൽ ഉപയോഗിക്കുന്നു, ദുരുദ്ദേശപരമായി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോഴും പാർട്ടിക്കകത്തുണ്ടായ പ്രശ്നത്തിൽ കൃത്യമായൊരു വിശദീകരണം നൽകാൻ എന്താണ് സ്വാതിയുടെ പ്രശ്നം, എന്തിനാണ് സ്വാതിയും പാർട്ടിയും തമ്മിൽ പ്രശ്നം ഉണ്ടായത്, എന്തുകൊണ്ടാണ് അവരെ അകത്ത് കയറ്റാതിരുന്നത് എന്ന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരമില്ല. അവിടെ ഒരു തർക്കമുണ്ടായി, ഈഗോ ക്ലാഷ് എന്ന രൂപത്തിലാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കും വിശദീകരിക്കുന്നത്. എന്ത് ഈഗോ ക്ലാഷ് ആയാലും ഒരു കയ്യേറ്റ ശ്രമത്തിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിന്മേൽ അന്വേഷണം വേണ്ടതാണ്. അതിനോട് സഹകരിക്കുകയാണ് യഥാർത്ഥത്തിൽ. മറ്റെല്ലാ അനീതിക്കെതിരെയും ശക്തമായി പ്രതികരിക്കുന്നു. ഇപ്പോൾ രാഷ്ട്രീയ വിഷയങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടോട് പ്രതികരിക്കുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് കേജ്രിവാൾ അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇതിനും BJPയുടെ ഒരു അജണ്ടയാക്കി
അവതരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം അടുത്ത ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്. ഏതായാലും BJP ഇത് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമായി നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നു. ആദ്യം ഇത് ഉന്നയിച്ചു തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവാണ്. അദ്ദേഹം പറഞ്ഞതിനു ശേഷമാണ് സ്വാതി ഈ പരാതിയിലേക്കും മറ്റു നടപടികളിലേക്കും കടന്നിട്ടുള്ളത്. Meet the editors.